നമ്മൾ ഇനി ബീഹാറിലേക്ക് പോവുകയാണ്. ബീഹാറിൽ ഇന്ത്യ സഖ്യ പാർട്ടികൾ നേർക്കുനേർ വരുന്നത് 11 മണ്ഡലങ്ങളിൽ. ഇതിൽ 5ഇടത്ത് RJDക്കും കോൺഗ്രസിനും സ്ഥാനാർത്ഥികളുണ്ട്. 11 മണ്ഡലങ്ങളിൽ 5ഇടത്ത് പത്രിക പിൻവലിക്കാൻ നാളെ വരെ സമയമുള്ളതിനാൽ സമവായ ചർച്ചകൾ തുടരുകയാണ്. നിർണായകമായ ദിവസം തന്നെയായിരിക്കും ഇന്ന്. അതേസമയം 6 മണ്ഡലങ്ങളിൽ നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് JMM പിന്മാറിയത് ഇന്ത്യ സഖ്യത്തിന് ആശ്വാസമായി എന്ന് വേണം കണക്കാക്കാൻ. രാകേഷ് ചേരും വിശദാംശങ്ങളുമായി. രാകേഷ്, ഒരു നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ആദ്യം JMM തീരുമാനിക്കുന്നു ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന്. മണിക്കൂറുകൾക്കിപ്പുറം JMM ആ തീരുമാനത്തെ മാറ്റുന്നു. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയിൽ തുടരുമോ എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ഹരികൃഷ്ണൻ, ബീഹാറിൽ ഇന്ത്യ സഖ്യ പാർട്ടികൾ നേർക്കുനേർ വരും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ആദ്യഘട്ട പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെയായിരുന്നു. ഇപ്പോൾ നിലവിലെ കണക്കുകൾ പ്രകാരം 11 മണ്ഡലങ്ങളിൽ പാർട്ടികൾ, ഇന്ത്യ സഖ്യ പാർട്ടികൾ നേർക്കുനേർ വരികയാണ്. അതിൽ RJDയും കോൺഗ്രസും തമ്മിൽ 5 മണ്ഡലങ്ങളിലാണ് ഏറ്റുമുട്ടുന്നത്. കോൺഗ്രസും CPIയും തമ്മിൽ 4 മണ്ഡലങ്ങളിൽ എതിരിടുന്നുണ്ട്. RJDയും VIPയും തമ്മിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. കോൺഗ്രസും RJDയും മത്സരിക്കുന്ന മണ്ഡലങ്ങൾ നർക്കാട്ടിയഗഞ്ച്, ഒപ്പം തന്നെ ലാൽഗഞ്ച്, വൈശാലി, സുൽത്താൻഗഞ്ച്, കഹൽഗാവ്. ഈ 5 മണ്ഡലങ്ങളാണ് 2 പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ 1ഉം 2ഉം കക്ഷികൾ നേർക്കുനേർ വരുന്നത്. CPIക്ക് മുന്നണിയിൽ ധാരണ പ്രകാരം നൽകിയിരിക്കുന്ന 6 സീറ്റുകളാണ്. അതിൽ 4ഇടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ്. ഘട്ടം വരുന്നുണ്ട്. ബാബു ഹാഷിയിലും ചെയിൻപൂരിലും ഗ്വാരാബറോമിലും നേരത്തെ RJD സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരുന്നെങ്കിൽ പോലും അവിടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് VIP തന്നെ മത്സരിക്കട്ടെ എന്ന ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ 11 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ 2ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അവിടെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെയാണ് അവസാനിക്കുക. അതുകൊണ്ട് തന്നെ ഈ 5 മണ്ഡലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ഓരോ സീറ്റും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികൾ തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. RJDയും കോൺഗ്രസും ഇതിനെ വിശേഷിപ്പിക്കുന്നത് സൗഹൃദ മത്സരം എന്നാണ്. പക്ഷേ സൗഹൃദ മത്സരമാകുമ്പോൾ തന്നെ ആരുടെ വോട്ടുകൾ ഇത് ബാധിക്കും എന്നതൊക്കെ നിർണായകമായ കാര്യമാണ്. ഒരു ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ മഹാസഖ്യത്തിന് അനുകൂലമായ ഒരു തരംഗമുണ്ടെങ്കിൽ ഈ സൗഹൃദ മത്സരത്തെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം വരുമ്പോൾ ഓരോ വോട്ടും നിർണായകമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ത്യ സഖ്യം അവിടെ തോൽക്കുന്നത് 15 സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിലാണ്. അപ്പോൾ ഈ സൗഹൃദ മത്സരം ആരുടെ സാധ്യതകളെ ഇല്ലാതാക്കുമെന്ന് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം തന്നെ JMM നേരത്തെ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അവരേതായാലും ഇപ്പോൾ ആ തീരുമാനത്തിന് പിന്മാറുകയാണ്. അവർ പക്ഷേ വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. RJDയും കോൺഗ്രസും ഗൂഢാലോചന നടത്തിയാണ് JMMനെ മുന്നണിയിൽ നിന്ന്, അല്ലെങ്കിൽ സീറ്റ് നൽകാത്തെന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ജാർഖണ്ഡിലെ സഖ്യം പുനഃപരിശോധിക്കുമെന്നൊരു ഭീഷണിയും JMMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതാണ് സാഹചര്യം. ഇന്ത്യ സഖ്യ പാർട്ടികൾ 11 മണ്ഡലങ്ങളിൽ നേർക്കുനേർ വരുമ്പോൾ JMM അവരുടെ തീരുമാനം അവസാന നിമിഷം പിന്മാറുകയാണ്. രാകേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.